യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ ടാഗ് ലൈനിലൂടെയാണ് ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിലേക്ക് വഴി തുറക്കുന്നത്. ഹൗസിന് പുറത്തിറങ്ങിയപ്പോഴും സജീവമാണ് ജാസ്മിൻ ജാഫർ. എന്നാൽ ഗബ്രി ജോസ് മലയാള സിനിമയിലെ യുവനടൻ എന്ന ലേബൽ വഴിയാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇതാ ഗബ്രി തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു. ഗബ്രിയെ ഗൈഡ് ചെയ്ത് ജാസ്മിനുമൊപ്പമുണ്ട്. ചാനൽ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 7000-ലേറെ സബ്സ്ക്രൈബേഴ്സും 58,000-ലേറെ വ്യൂസും ഗബ്രി ജോസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ച് പാലക്കാട് ഷോയുടെ ഉദ്ഘാടനത്തിനായിട്ട് പോയിരുന്നു. അവിടുത്തെ വിശേഷങ്ങളും തിരിച്ചു വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും യാത്രാവിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരുവരും ഒരുമിച്ചെത്തിയ ആദ്യ ഉദ്ഘാടനമായിരുന്നു. സ്കൈഫോണിൻ്റെ ഉദ്ഘാടനത്തിനാണ് തങ്ങൾ പോയതെന്നും താൻ തൻ്റെ എവിക്ഷൻ എപ്പിസോഡിൽ ധരിച്ച അതേ ഡ്രസ്സ് തന്നെയാണ് താൻ ധരിച്ചതെന്നും മനസ്സിനൊരു സുഖം കിട്ടാനാണ് ഈ ഡ്രസ്സ് തന്നെ ധരിച്ചതെന്നും താൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്നും ജാസ്മിൻ തൻ്റെ എവിക്ഷനിൽ ധരിച്ച അതേ കളർ ഡ്രസ്സ് തന്നെയാണ് ധരിച്ചതെന്നും താരം പറയുന്നുണ്ട്. 24 മണിക്കൂറിന് താഴെ സമയം കൊണ്ട് ഷോർട്ട് നോട്ടീസിൽ ആണ് പാലക്കാടുള്ള ഉദ്ഘാടനത്തിൻ്റെ കാര്യം എല്ലാവരെയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ തങ്ങളെ കാണാനും സ്നേഹം അറിയിക്കാനും അവിടെ എത്തിയിരുന്നു എന്നും ഇത്രയും സ്നേഹം പ്രതീക്ഷിച്ചില്ല എന്നും താരം കൂട്ടിച്ചേർത്തു. ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോഴുള്ള നെഗറ്റിവിറ്റി പോയി തങ്ങളെ ഇഷ്ടമായിരുന്നു എന്ന് ഒരുപാട് പേർ പറഞ്ഞു എന്നും ഇതൊരു തുടക്കമാണെന്നും ഇനി മുന്നോട്ടും ഈ സ്നേഹം കിട്ടട്ടെ എന്നും മഴ പോലും തങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെയാണ് തോന്നിയതെന്നും താരങ്ങൾ പറയുന്നു. പേടിയായിരുന്നു പോകുമ്പോൾ, എങ്കിലും നല്ല സ്വീകാര്യത ലഭിച്ചു എന്നും ഗബ്രി തൻ്റെ ആദ്യ വ്ളോഗിലൂടെ പാലക്കാട് ഉദ്ഘാടനത്തിന് പോയപ്പോൾ സന്തോഷം പങ്കിട്ട് പറയുന്നുണ്ട്. ഗബ്രിയുടെ വ്ളോഗ് ഇതിനോടകം ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വൈറലാണ്. ജബ്രി കോംബോക്കുള്ള സ്വീകാര്യത വ്ളോഗിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ജബ്രി കോംബോകളുടെ വിമർശനങ്ങളൊന്നും തന്നെ ഗബ്രിയുടെ പുതിയ വീഡിയോക്ക് താരതമ്യേന ലഭിക്കുന്നില്ല. ജാസ്മിൻ ഗബ്രി കോംബോകൾ ഇതുപോലെ തന്നെ തുടരണമെന്നാണ് ജബ്രി ആരാധകരുടെ ആവശ്യം. എന്നാൽ ഇരുവരുടെയും കോംബോ ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളപ്പോൾ രണ്ടുപേരുടെയും ഇമേജിനെ വലിയ രീതിയിൽ ബാധിച്ചതും വോട്ട് കുറച്ചതും. അതിനാൽ ഫിനാലെയിൽ ടോപ്പ് 5-ൽ ഒരാളാവേണ്ട ഗബ്രി 50 ദിവസം പിന്നിട്ടപ്പോഴും വിന്നറാവേണ്ട ജാസ്മിൻ ടോപ്പ് 3-ലേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയുമായിരുന്നു. ഇരുവരും ടോപ്പ് ഗെയിമേഴ്സ് ആണെന്നും ഇരുവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയായിരുന്നെങ്കിൽ ടോപ്പ് 5-ൽ എത്തിയേനെ എന്ന് പറഞ്ഞവരുമേറെയാണ്. ഗബ്രിയോട് ജാസ്മിനുള്ള സൗഹൃദം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ ഇരുവരും മത്സരം കഴിഞ്ഞതിന് ശേഷവും ശക്തമായി മുന്നോട്ടു പോവുകയാണ്.